എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഈ പൂ ഒക്കെ പിടിച്ചിട്ട് ഈ ബൊക്കെയൊക്കെ പിടിച്ചിട്ട് ഇവിടെ നിൽക്കണത് ഇന്ന് എനിക്ക് ബർത്ത്ഡേക്ക്. യെസ്, ശിവന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. എന്റെ 39th ബർത്ത്ഡേ ആണ്, അതായത് 30th ഡിക്കേഡിലെ ലാസ്റ്റ് ബർത്ത്ഡേ. അപ്പൊ ഇത് സ്പെഷ്യലായി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പിന്നെ ഡെഫിനറ്റ്ലി ചെയ്യണം. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഞാൻ ക്യാപ്ചർ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാ കൊല്ലം ഞാൻ ബർത്ത്ഡേ വ്ളോഗ്സ് അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ ചില കൊല്ലം ചെയ്യാറുണ്ട്. ഈ കൊല്ലം എന്തായാലും ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ്. അപ്പൊ വെൽക്കം ടു ചെയ്യാമോ ഷിവ്രെക്സ് 2.0 വ്ളോഗ്. ഇതാണ് ഇന്നത്തെ എന്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഇതാണ് ഇന്നലെ രാത്രി ദിബിബോയും ഷിവും എനിക്ക് തന്ന ബൊക്കെ. എനിക്ക് നമ്മളുടെ സെലിബ്രേഷൻ ശരിക്കും നല്ല രാത്രി തന്നെ തുടങ്ങിയിട്ടോ. അപ്പൊ നിങ്ങൾ രാത്രിത്തെ സെലിബ്രേഷൻ കണ്ടിട്ട് വരും. അപ്പത്തേക്കും ഞാനും ദിബിബോയും ഷിവും കൂടി വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് ഇന്നത്തെ മോർണിംഗ് സെലിബ്രേഷൻ തുടങ്ങട്ടെ. ഇന്നത്തെ ഹോൾ ഡേ സെലിബ്രേഷൻ ഡേ ആണ്. അതുകൊണ്ട് എന്റെ ബർത്ത്ഡേ 3rd ഫെബ്രുവരി, റൊണാൾഡോ നെയ്മറിന്റെയും ബർത്ത്ഡേ 5th ഫെബ്രുവരി, അമ്മയുടെ ബർത്ത്ഡേ 20 ഡിസംബർ, എംബാപ്പേന്റെ ബർത്ത്ഡേ 20 ഡിസംബർ, അച്ഛൻ്റെ ബർത്ത്ഡേ 22nd സെപ്റ്റംബർ, എന്നിട്ട് ബ്രൂണോ ഫെർണാണ്ടസിന്റെ ബർത്ത്ഡേ 23rd ഡിസംബർ. നമ്മളെല്ലാവരും ലക്കിയാണ്, ബിക്കോസ് വി ആർ ഷെയറിങ് ആർ ബർത്ത്ഡേ വിത്ത് ഫുട്ബോളേഴ്സ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ലക്കി. അപ്പൊ ഈ ഒരു okay, Shiv is lucky because Shivന്റെ birthday he's sharing his birthday with GOATs, greatest of all times footballers in the world. Neymar, the king of skills, and Ronaldo the GOAT. Oh my god, cute അല്ലേ? എന്തൊരു ഇന്നസെന്റ് കമ്പാരിസൺസ് ആണ് ഇതിലൊക്കെ. ഈ ഒരു പ്രായത്തിൽ നമുക്ക് സന്തോഷം കിട്ടും. Neymar is the best dribbler. പോവാം. അപ്പൊ നമ്മൾ പോട്ടെ. നിങ്ങള് ആദ്യത്തെ വിശേഷം കണ്ടിട്ട് വരൂ, എന്നിട്ട് ബി ജോയിൻ അതൊക്കെ. Happy birthday to you. Happy birthday to you. Happy birthday, dear Winnie. Happy birthday to you. Thank you so much. Thank you. Chudi. അടിപൊളി കേക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേക്ക്. ഇതൊരു ക്യൂട്ട് കേക്ക്. ഐ വാണ്ടഡ് ടു ഈറ്റ് ചോക്ലേറ്റ്. കുറെ കാലമായിട്ട് ക്രേവ് ചെയ്യായിരുന്നു ചോക്ലേറ്റ്. ഒരു ഒരുമിച്ച് കട്ട് ചെയ്യാം. ഇത് നമ്മുടെ ദുബായ് കേക്കാണ് കേട്ടോ, ചോക്ലേറ്റ് ആൻഡ് പിസ്റ്റാഷ്യോ ക്രീം ഉള്ളത്. Chocolate blast on my room. Thank you boys. ശംഭു, Thank you boys. ഒരു ഗിഫ്റ്റ് കൊടുക്കൂ. ഗിഫ്റ്റ് ഇപ്പോഴാണ്. ഞങ്ങളെ ഗിഫ്റ്റ് ഇപ്പോഴാ, ശിവന്റെ ഗിഫ്റ്റ് ഇപ്പോഴാണ്. ശിവന്റെ ഗിഫ്റ്റ് ഇപ്പോഴാ. ഓക്കെ, അമ്മ ക്ലോസ് മൈ ഐസ് ചെയ്ത് നിൽക്കാട്ടോ. ഓക്കെ, വെയിറ്റ് ചെയ്യ്. ശിവന്റെ ഗിഫ്റ്റ് ആണ്. അവനെ കൂടി പൊങ്ങുന്നു പോയില്ല. ശിവന്റെ അടിപൊളി സെലക്ഷൻ ആണ്. ഓ, മസ്കുലർ ആണ് എന്റെ കുട്ടി. മസ്കുലർ ആണെന്നെ പോലെ മസിൽ ബോയ് ആണോ പോലെ. അച്ഛാ ഇത് പിങ്കി വെച്ചിട്ട് നോക്കൂ. ശിവ ബുക്ക് ആണ്. യാ. പ്രളയം ഫ്ലവർ.
ഫ്ലവർ വാസ് ഉണ്ടോ അതിന്റെ കൂടെ? വെരി പ്രിറ്റി ആക്ച്വലി. വെരി നൈസ്. Actually, when are you opening my gift? ഇപ്പൊ മെയിൻ ഫുഡ് ഇതാണ് മെയിൻ ഗിഫ്റ്റ്. Okay. Give it to me, sir. Give it to me. Oh. Oh, thank you. Yeah. Blakely. Okay, let's start cutting. Yes, I want to help you. Come down. ഒരു കത്രിക എടുത്ത് തരുമോ? Lang salsa leva. ഉണ്ണിയുടെ നാളെ. In the Gloria. Hurrah! 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 ഇത് ആക്ച്വലി കത്തിക ആവശ്യമില്ല. വെച്ചോളൂ. കത്തിനുണ്ടോ? ത്രീ ഗിഫ്റ്റ് ഉണ്ട്. ജിം ക്ലോത്ത്സ് ആണ് അല്ലേ? ഇതെന്ത് ജാക്കറ്റോ? This is such a thoughtful gift. ഹഗ് കൊടുത്തു കബി. ഒരു എറുമ്പ് വിചാരിക്കാണ് എറുമ്പാണ് ആനെ കൊണ്ടാണ്. തുറന്നു നോക്കൂ. इसमें सेलेक्ट किया इसमें सेलेक्ट किया सीरियसली ഇവന്റെ ഐഡിയ ആണ് ഇതൊക്കെ. പക്ഷേ I really love it കുഞ്ഞപ്പാ. Wow, നല്ല കളർ അല്ലേ? ഓ ഇത് ഇല്ലാത്തൊരു കളർ. Okay, let's wear and check. I'm so happy. I'm so happy. I'm so happy that I'll be, if that is my birthday, about 2 months. See, this is also such a nice color. Wow, foodie. യെസ്. ഇട്ടിട്ട് ഒരു ഇട്ടിട്ട് വരട്ടെ? Yes. Put this on and this on. അല്ല ഇത് ഇവിടെ വന്നിട്ടാ അത് രണ്ടും അതിൽ. Is it good? ഇഷ്ടമായോ ഇതിന്? മുന്നേ എങ്ങനെയുണ്ടോ? കൂടെയുണ്ട്. നന്നായിട്ടുണ്ടോ? ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും. Look, I'm cool. It's actually ഇച്ചിരി ഒന്ന് മാറിക്കോട്ടെ ഒരു മിനിറ്റ്. the material is very Look, nice. look. I am cool. Amma, tell you what to do? Thank you. Amma has 4 arms and 4 legs. ഫാമിലി സ്റ്റൈൽ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട്, അതായത് രാത്രി എന്ന് പറയാൻ പറ്റില്ല, ഏർലി മോർണിംഗ്, ബർത്ത്ഡേ മോർണിംഗ് നല്ല അടിപൊളി ക്യൂട്ട് സ്റ്റൈലിൽ വെൽക്കം ചെയ്തതിന് ശേഷം കടന്നുറങ്ങിയിട്ടോ. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് നമ്മുടെ സാറ്റർഡേ റുട്ടീൻ പരിപാടിയൊക്കെ അതേപോലെ തന്നെ നടന്നു. ശിവൻ്റെ ഫുട്ബോൾ, എൻ്റെ യോഗ ക്ലാസ്, അതിനൊക്കെ ശേഷം നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബർത്ത്ഡേ ലഞ്ച് കഴിക്കാൻ. ബർത്ത്ഡേ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യരുത്. നോ ഫ്ലോപ്പായാൽ എനിക്ക് സങ്കടമാവും. അതുകൊണ്ട് എനിക്ക് പോവാൻ ആഗ്രഹമുള്ള സോജു ബാറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വന്നത്. നല്ല ട്രോപ്പിക്കൽ ആംബിയൻസ് ഉള്ള കൊറിയൻ ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ആംസ്റ്റർഡാമിൽ വരികയാണ് എപ്പോഴെങ്കിലെങ്കിൽ ഈ ഒരു സ്പോട്ടിലൊന്ന് പോയി കഴിക്കണം കേട്ടോ. യു വിൽ ലവ് ഇറ്റ്. ഇവിടുത്തെ സീറ്റിങ്ങും ഇവിടുത്തെ ആ ഒരു വൈബും ആകെ മൊത്തം നല്ല രസമാണ്. പിന്നെ ഇതൊരു സ്നാക്കി പ്ലേസ് ആണ് കേട്ടോ. കുറേ ഇൻസ്റ്റാഗ്രാമബിൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ട്സ് ഇതിനകത്തുണ്ട്. എനിക്കെന്തായാലും ഇവിടുത്തെ ഗ്യോസ ഫില്ലിംഗ് വിത്ത് കിംചി ഫ്രൈഡ് വേർഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫ്രൈഡ് ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പൈസി ഫ്രൈഡ് ചിക്കൻ, അതും അടിപൊളിയായിരുന്നു. ഇവിടെ സ്റ്റീൽ ലോകാണ് സ്റ്റീൽ ഗ്ലാസ്, സ്റ്റീൽ പ്ലേറ്റ്. അപ്പം ഞാനും ശിവൻ പറയുന്നു നാട്ടിലെ പോലെ ആയിരുന്നു എല്ലാം സ്റ്റീൽ. നല്ല രസമായിരുന്നു. എനിക്ക് സ്റ്റീൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കിച്ചൺ മൊത്തം സ്റ്റീൽ ആയതാണല്ലോ. അപ്പോൾ വയറൊക്കെ നിറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി ദിവബോയ് എനിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞിരുന്നില്ല. ആനമുട്ട. അപ്പൊ നമ്മൾ അത് വാങ്ങാൻ പോവാണ്. സോ ഐ എം എക്സൈറ്റഡ്.
പിന്നെ ശിവബോയിനും ഗിഫ്റ്റ് ഉണ്ട്. ശിവബോയ് നമ്മുടെ സ്വിമ്മിംഗ് ഡിപ്ലോമ എടുത്തു കഴിഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഗിഫ്റ്റ് ആണ്. ശിവി, ആർ യു എക്സൈറ്റഡ് ഫോർ യുവർ ഗിഫ്റ്റ്? Yes. Okay. എന്തോ കഥ പറച്ചില് ബിസിയാണ്, മനസ്സിലായില്ല നമ്മള് പറയണത്. അപ്പൊ ഗിഫ്റ്റ് വേണ്ടല്ലോ, അപ്പൊ അമ്മടി ശിവന് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് നമ്മൾ. അച്ഛന് ഗിഫ്റ്റ് വേണോ? ഉണ്ട്, ഞങ്ങള് വാങ്ങിച്ചു തരുന്നുണ്ട് അച്ഛന് ഗിഫ്റ്റ്. അച്ഛന് ഗിഫ്റ്റ്. കഴിഞ്ഞ ആഴ്ച ശിവൻ്റെ സ്വിമ്മിംഗ് ഡിപ്ലോമ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് പെൻഡിങ് ആണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ശിവൻ്റെ സ്വിമ്മിംഗ് ഡിപ്ലോമയുടെ ഗിഫ്റ്റും എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റും പിന്നെ ഞങ്ങൾക്ക് ആനിവേഴ്സറി വരികയാണ് 25th ക്രിസ്മസിൻ്റെ അന്ന്. അപ്പോൾ ആനിവേഴ്സറിയുടെ ഗിഫ്റ്റും എല്ലാം കൂടി വാങ്ങാനുള്ള ഷോപ്പിങ്ങിന് പോവാണ്. നമ്മൾ പോയത് ആംസ്റ്റർഡാം സിറ്റിയിൽ. നിങ്ങൾ ഓൾറെഡി കണ്ടോ ക്രിസ്മസ് ലൈറ്റിംഗ് ഒക്കെ ബിൽഡിങ്സിൻ്റെ മേത്ത്? ഇറ്റ്സ് ലൈക്ക് എ വൈബ് നൗ ദീസ് ഡേയ്സ് ഇൻ ആംസ്റ്റർഡാം. എങ്ങോട്ടാണ്? എന്തോ ഉണ്ണി വാങ്ങിച്ചരാന്ന് പറഞ്ഞു, അത് വാങ്ങാൻ പോവാ. എങ്ങനെ പോണത്? എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് സംഭവം എന്താണ്. എനിക്ക് മനസ്സിലായി ഏകദേശം പോണ സ്ഥലം വെച്ച് എനിക്ക് ഏകദേശം നല്ല ഐഡിയ ഉണ്ട് എവിടേക്കാ നമ്മൾ പോണം. യൂറോപ്പിൽ മൊത്തം സ്കൂൾ ഹോളിഡേയ്സും ടൂറിസം ഒക്കെ അപ്പായി നിൽക്കുന്ന സമയം. നിങ്ങൾ സിറ്റിയിലുള്ള തിരക്ക് കണ്ടോ? എത്ര ആൾക്കാരറിയോ ഇപ്പോൾ സിറ്റി സ്ക്വയറിലുള്ളത്. കുറേ ഇവൻസും കുറേ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം ഒരു ക്രിസ്മസി വൈബാണ്. ആംസ്റ്റർഡാം സിറ്റീനകത്ത് ദേ ബൈൻകോഫ് എന്ന് പറഞ്ഞൊരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. ദിവി ബോയ് പറഞ്ഞ് സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ ഞാൻ ഞെട്ടിപ്പോയി. എന്നെ കൊണ്ടുപോയത് ഗുച്ചിയുടെ കടയിലാണ്. പെട്ടെന്ന് കയറി ചെന്നുകൊണ്ട് നേരത്തെ മനസ്സിൽ എന്ത് വാങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ള കുറേ ബാഗ്സൊക്കെ ഞാൻ നോക്കി. എനിക്ക് ഈയിടെയായിട്ട് ഇഷ്ടമുള്ള കളർ വെള്ളയാണ് കേട്ടോ. എനിക്ക് ടിപ്പിക്കൽ ഗുച്ചി ഡിസൈൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഉള്ള വൈറ്റ് ഓപ്ഷൻസ് ഒക്കെ ഞാൻ നോക്കി. ഫൈനലി 2 ബാഗിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഈ 2 ബാഗിൽ കുറേ ചിന്തിച്ച് കൂട്ടി ഫൈനലി എനിക്ക് തോന്നി എൻ്റെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആയത് റൈറ്റ് സൈഡിൽ കാണുന്ന ഗുച്ചി ക്യൂട്ട് ഷോൾഡർ ബാഗാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു. ഹാപ്പിലി ഇമോഷണൽ ആണ് ഇപ്പം ഞാൻ. ബിക്കോസ് ദിസ് ഗായ് ദിവി ബോയ് നെവർ ഫെയിൽസ് ടു മേക്ക് മീ ഫീൽ സ്പെഷ്യൽ. ഞാൻ ദിവി ബോയിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വാസ് മൈ 24th ബർത്ത്ഡേ. അന്ന് മുതൽ ഇതേ ഇന്ന് വരെയും 39th ബർത്ത്ഡേ വരെയും this guy always gets more excited than me on my birthdays. The way he executes things, the way he plans for me is so special. നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാലേ അത് ഭയങ്കര ഇമോഷണലായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേന് യു നോ വാട്ട് ഹി ഡിഡ്? ദിവി ബോയ് UK നമ്മൾ മഞ്ചേരിയായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നില്ല. ബട്ട് ഹി മെയ്ഡ് ഷുവർ എൻ്റെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള ഫീൽ വരരുതെന്ന്. സോ ഹി ആൻഡ് അമ്മ പ്ലാൻഡ് ആൻ സർപ്രൈസ് ഡേ ഫോർ മീ. ഓരോ മണിക്കൂർ കൂടുമ്പോൾ മഞ്ചേരി വീട്ടിൽ ഓരോരുത്തർ വന്ന് നോക്ക് ചെയ്ത് എനിക്കിങ്ങനെ ത്വരേനെ ഗിഫ്റ്റ്സ് ഇങ്ങനെ വരികയാണ് കേട്ടോ. 1000 റോസസ് ഉള്ള ബൊക്കെ, കേക്ക്, ഉടുപ്പ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നു. പക്ഷേ വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിയർ ഈസ് 24-year-old ന്യൂലി മാരിഡ് ഗേളിൻ്റെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ കോർ മെമ്മറിയായി മാറിയത്. ഹസ്ബൻഡ് കൂടില്ല എന്നുള്ള സങ്കടത്തിനെ ഓവർ പവർ ചെയ്യണ അത്രയും എക്സൈറ്റ്മെൻറ്റ് നിറച്ചു ദിവി ബോയ് ആ ഡേയിൽ. പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പറയാണ്ട് ദിവി ബോയിനെ കുറിച്ച്. പക്ഷേ നമുക്ക് വ്ളോഗിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പാണ്ടൂർ പോയിട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് വാങ്ങിച്ച ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റും അതിൻ്റെ കൂടെയുള്ള ഒരു ചൈമും, പിന്നെ ലെഗോ വേൾഡ് പോയിട്ട് നമ്മൾ ശിവ് ബോയിൻ്റെ ഡിപ്ലോമയുടെ ലെഗോ ഡൈനോസോർ ഗിഫ്റ്റും വാങ്ങി. എന്നിട്ട് ജിം ഷാർക്ക് പോയിട്ട് കുറച്ച് ജിം ക്ലോത്ത്സും വാങ്ങി. ഇനിയാണ് നമ്മുടെ പാർട്ടി ടൈം. നമ്മൾ വീട്ടിൽ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം തീർന്നു. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് സ്നാക്സ് സെറ്റാക്കാണ്ട് ഒരു സ്നാക്ക് പാർട്ടി നമ്മുടെ എല്ലാ ലൈഫീസ് ഫ്രണ്ട്സ് കൂടിയിട്ട് കുഞ്ഞു പാർട്ടി കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ഗാങ്ങിനെ വിളിക്കുന്ന പേരാണ് ലൈഫീസ് എന്ന് കേട്ടോ. അപ്പോൾ ലൈഫീസ് എന്ന് നിങ്ങൾ ഈ വ്ളോഗിൽ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്രണ്ട്സ് ഗാങ് ആണ് കേട്ടോ. എല്ലാ ബർത്ത്ഡേയും എൻ്റെ വീക്കെൻഡ്സിലല്ല വരാറ്. ഇതാദ്യമായിട്ടാണ് വീക്കെൻഡിൽ എൻ്റെ ബർത്ത്ഡേ ഒത്തുവന്ന്. എനിക്ക് ബർത്ത്ഡേയുടെ അന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഒരു പാർട്ടിക്ക് പറ്റിയ സെറ്റപ്പുമാണ്, ആംബിയൻസുമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ലേറ്റ് ആയാലും നമുക്ക് ഒരു കുട്ടി സ്നാക്ക് പാർട്ടി വീട്ടിൽ നടത്താം. അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് ബീഫ് കട്ട്ലെറ്റ്സ് അങ്ങോട്ട് ഉണ്ടാക്കി. ഞാൻ രാവിലെ തന്നെ ബീഫ് കട്ട്ലെറ്റിൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പമായില്ലോ, വീട്ടിൽ വന്ന് ജസ്റ്റ് അങ്ങോട്ട് എടുക്കുക, എന്താ പറയുക, കട്ട്ലറ്റ് ഉണ്ടാക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിന്ന് എഗ് പഫ്സും ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നാറ് എപ്പോഴും ഒരു മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്കാണ് ഈ
മുട്ട പപ്സും ബീഫ് കട്ട്ലറ്റും ഒക്കെ. അതുകൊണ്ടാണ് ഇത് ഞാനിന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. ഉണ്ടാക്കാൻ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. ഞാൻ എല്ലാവരോടും 9 മണിക്ക് വരാൻ പറഞ്ഞാണ്. ഏകദേശം 9 മണിയായി. അപ്പോൾ എല്ലാവരും എത്തുന്നുണ്ടാവും കേട്ടോ. ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നീതു, ഗീതുവിൻ്റെ സിസ്റ്ററാണ്. അവർ വിത്ത് ഫാമിലി ബാംഗ്ലൂരിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് വന്നതാണ്. അവരിവിടെ കുറച്ച് കാലം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ക്രിസ്മസ് സ്റ്റേക്കേഷനൊക്കെ അവർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗാംഗിൽ ഡിസംബർ ഇസ് എ മന്ത് ഓഫ് സെലിബ്രേഷൻ. ഒരുപാട് പേരുടെ ബർത്ത്ഡേസ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ക്രിസ്മസ് ഉണ്ട്, ന്യൂ ഇയർ ഉണ്ട്. ആകെ മൊത്തം അടിപൊളി സമയമാണ്. അപ്പോൾ അതെ, നമ്മുടെ മെനു ബീഫ് കട്ട്ലറ്റ്, നാച്ചോ, നമ്മുടെ മുട്ട പഫ്സ് ഓർ പപ്സ്, പിസ്സ. അമ്മ പപ്സ് അല്ല പഫ്സ്. നാട്ടിലതിനെ ക്യൂട്ടായിട്ട് പപ്സ് എന്ന് വിളിക്കും കണ്ണ. മുട്ട പപ്സ് റിയലി ശരിക്കും. വീട്ടിലെല്ലാവരും ഓരോരുത്തരായി എത്തിയിട്ടോ. നിങ്ങൾക്കറിയോ, ആമികളില്ലേ, എനിക്ക് ക്യൂട്ടായിട്ട് ഒരു ഹാൻഡ് എന്താ പറയുക മെയ്ഡ് ബർത്ത്ഡേ കാർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷോ ക്യൂട്ടല്ലേ. ഈ പോപ്പുലർ കേരള ഗാങ് ഉണ്ടല്ലോ ഇവിടെ, അതിലാകെ ഉള്ള ഒരു പെൺതരിയാണത് ആമികൾ. ബാക്കിയൊക്കെ ദേ ഈ വാൽമാക്രി ബോയ്സ് അല്ലേ ശിബിബി? ഭയങ്കര. ഓ, നിങ്ങൾ കൂളാണ്. അമ്മയ്ക്ക് തോന്നി നിങ്ങൾ വികൃതീസാണ്. ഇതൊക്കെ ഫൈറ്റിംഗ് ആണ്. നിങ്ങളുടെ ഗെയിംസ് ആണോ അതൊക്കെ? അമ്മയും ചെറിയ കുട്ടി അമ്മ ഇങ്ങനത്തെ ഗെയിംസൊക്കെ കളിച്ചായിരുന്നു. ഫൈറ്റിംഗ് ഗെയിംസ്, ഇടിപിടി. അമ്മ ഒരു മെഗാ പോക്കിരിയായിരുന്നു. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണാൻ കേട്ടോ നീതു ചേച്ചി. ചേച്ചീനെ നിങ്ങൾ കുറേ വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും. ചേച്ചി ഈസ് മൈ ഫസ്റ്റ് ഫീമെയിൽ ഫ്രണ്ട് ഇൻ ദ നെതർലാൻഡ്സ്. നീതൻ കുട്ടൻ, ഡാനി ബോയ്, ആരി ബോയ്, ദീപ മാമിക്ക് ഒരു ക്യൂട്ട് ലിറ്റിൽ ഗിഫ്റ്റ് കാർഡ് തന്നായിരുന്നു കേട്ടോ. ചേച്ചികൾ എനിക്കൊരു റെഡ് ബ്രാലറ്റും തന്നു. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ബ്ലാക്ക് ബ്ലേസറിൻ്റെ കൂടെ കിഡ്ലനായിട്ട് സ്റ്റൈൽ ചെയ്യണം. ഈ ക്രിസ്മസിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. റെഡ് കളറാണ്. നമ്മുടെ ബർത്ത്ഡേ പാർട്ടി 3 മണി വരെ ഉണ്ടായിരുന്നു രാത്രി. അത് കഴിഞ്ഞ് കടന്നുറങ്ങി. രാവിലെ നമ്മുടെ എക്സ്റ്റെൻഡഡ് ബർത്ത്ഡേ പാർട്ടിക്ക് റെഡി ആവാണ് കേട്ടോ. ഞാൻ ഫ്ലവർ ഷോപ്പിൽ വന്നതാണ് ഫ്ലവർ വാങ്ങാൻ. കാരണം നമ്മൾ പോണത് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ, മനോജേട്ടൻ അമ്പിളി ചേച്ചിയുടെ വീട്ടിൽ. ഇതിന് നെതർലാൻഡ്സിൽ കുറേ റിലേറ്റീവ്സ് ഉണ്ട്. എനിക്ക് ആകെയുള്ള റിലേറ്റീവ്സ് ആണ് മനോജേട്ടൻ, അമ്പിളി ചേച്ചി. ഒരു 2 ആഴ്ച മുന്നേ മനോജേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി വന്നാണ്. സോ മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് നല്ല തമിഴ്നാട് സ്റ്റൈൽ ഇഡ്ലി ആൻഡ് കാര ചട്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചട്നി. മനോജേട്ടൻ ഒരു അമേസിങ് കുക്കാണ്. ഇന്നത്തെ ഡേ എൻ്റെ ഇത് പിന്നെ കഴിച്ച് ഇങ്ങനെ മതി മറക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിഡ്സിനെ കൊണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു മാർക്കറ്റിൽ വന്നു കേട്ടോ. ഇന്നിവിടെ ഫുൾ ക്രിസ്മസി വൈബാണ്. എല്ലാവിടെയും ഇങ്ങനെ കുറേ ഇവൻസും കാര്യങ്ങളും. ചന്തുവിൻ്റെ സിസ്റ്ററാണ് പാറു. ചന്തുവും പാറും ട്വിൻസാണ് കേട്ടോ. ഇവർ രണ്ടുപേരും നെതർലാൻഡ്സിൽ വന്നപ്പോൾ ഇവർക്ക് 2.5 വയസ്സായിരുന്നു. ഇപ്പം ഇങ്ങനെ വലുതായിട്ട് നീണ്ട് വളർന്ന് നിൽക്കുന്നുണ്ട് രണ്ടുപേരും. മാർക്കറ്റിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പം ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ചിക്കൻ കറി നന്നായിട്ടുണ്ട്. ഡിന്നറിന് നമുക്കുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ഫ്ലേവേർഡ് നൂഡിൽസും ചിക്കൻ കറി. ഇതിൻ്റെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. അത് ഏത് റീജിയൻ നിന്നാണെന്നും ചോദിക്കാൻ മറന്നുപോയി. പക്ഷെ ഒട്ടക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്ന സ്കോൺ പറഞ്ഞ ഈ ഒരു സാധനം കേട്ടോ. ഒരു കൊല്ലം കൊണ്ട് കഴിക്കാനുള്ള കാലറീസ് ഞാൻ കഴിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കുറേ കഴിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല ദിവ്യ ബോയും കുറേ കഴിച്ചിരിക്കുന്നു. സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, ഡെസേർട്ട് പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ചിലതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കിഡ്സും എല്ലാവരും കൂടിയിട്ട് ഒരു ഷാംപെയിൻ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഇത് കിഡ്സ് ഷാംപെയിൻ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇസ് ലൈക്ക് നമ്മുടെ നാട്ടിലെ ആപ്പി ഫിസ് കിട്ടില്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റ്. ഒരു ആപ്പിൾ ജ്യൂസാണ്. ഫാമിലി, ഫുഡ്, ഫൺ, ലാഫ്റ്റർ, വേറെ എന്ത് വേണമല്ലേ. ശിവന് ടു ടോപ്പ് ഇറ്റ് കുറേ ഗിഫ്റ്റ്സും കിട്ടിയിട്ടുണ്ട് വെല്ലുമണി വില്ലേജിൻ്റെയും വക. വെല്ലുമ്മയ്ക്ക് ഒരു ഹഗ്ഗൊക്കെ കൊത്തിക്കുന്നു കുഞ്ഞിപ്പാറു. അതിന് ശേഷം ഉണ്ടല്ലോ ഞാനൊരു അടിപൊളി ക്യാരറ്റ് ഹൽവ കഴിച്ചു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡെസേർട്ട് മെൽറ്റിംഗ് ഇൻ ദ മൗത്ത്. എനിക്കിപ്പോൾ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോൾ ഹൽവ ഒന്നും കൂടി കഴിക്കാൻ തോന്നുന്നു. മനോജ് ചേട്ടാ, ഇൻ എനി കേസ് ഇഫ് യു ആർ വാച്ചിങ് ദിസ് വ്ളോഗ്, എനിക്ക് ക്യാരറ്റ് ഹൽവ വേണം. പിൻ ഡൗൺ ചെയ്യണം ഒരാളെ. പിൻ ഡൗൺ ചെയ്യണം. പിൻ ഡൗൺ ചെയ്ത ആളെ വെയിൻ ചെയ്യും. രണ്ടുപേരും മസിൽ അടിപൊളിയാണ്. പക്ഷെ ഏറ്റവും നല്ല മസിൽ ഇതേ പാറു ചേച്ചിയുടെ. എന്താണ് ഇത്? ഇത് എന്താ ജാക്കറ്റ് മാറ്റിട്ടിരിക്കുക?
ചന്തുവിന് ഭയങ്കര ഭംഗിയുണ്ട്. ക്രോപ്പ് ടോപ്പ് പോലെ ഉണ്ട്. ശിവ് ജയന്റ് മാൻ പോലെ ഉണ്ട്. അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമ്മുടെ വ്ളോഗ് അവസാനിപ്പിച്ചാലോ? നമുക്ക് അടുത്തതായി ക്രിസ്മസ് വ്ളോഗായിട്ട് കാണാം. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. Ciao ciao from Rex 2.0 and Tiamu Vlogs.